ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു ലാപ്ടോപ്പ് 40,000 അകത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ ലാപ്ടോപ്സാണ് ഈ വീഡിയോയിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ഒരുപാട് ലാപ്ടോപ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. കൂടാതെ ഇപ്പോൾ ആമസോൺ ഫെസ്റ്റിവൽ സെയിലൊക്കെ വരാൻ പോവുകയാണ്. നല്ല അടിപൊളി ലാപ്ടോപ്പ് ഇപ്പോൾ നല്ല 40,000 അണ്ടറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കിടിലൻ ലാപ്ടോപ്സ് ഞാൻ ഈ വീഡിയോസിൽ സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാം ഏത് എടുക്കണം എന്നുള്ളത്. അണ്ടർ 40,000 നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്റലിൻ്റെ ലാപ്ടോപ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും 11th ജനറേഷൻ ലാപ്ടോപ്പ് എടുക്കരുത്. നിങ്ങൾ ഒരിക്കലും 11th എടുക്കരുത്. അതുപോലെ തന്നെ റൈസൺ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും 4000 സീരീസ് ലാപ്ടോപ്പ് എടുക്കരുത്. അതിന് മുകളിലുള്ള വേർഷൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇന്റലിൻ്റെ 12th ജെന്നോ റൈസൻ്റെ 5000 സീരീസോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മിനിമം 8GB റാമെങ്കിലും നിങ്ങളെ ലാപ്ടോപ്പിൽ ഉണ്ടായിരിക്കണം. അതുപോലെ SSD ആയിരിക്കണം. ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 14-15 സൈസുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളെ യൂസ് അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫുൾ HD ഡിസ്പ്ലേ ആയിരിക്കണം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മിനിമം ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ. ഓക്കെ, വീഡിയോയിൽ ഒന്നാമത്തെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ Acer Extensa 15 എന്ന ലാപ്ടോപ്പാണ്. ഇത് ഇന്റൽ i3 12th ജെൻ പ്രൊസസ്സറാണ്. 8GB റാം, 512GB SSD ആയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നടക്കും. ബേസിക് കോഡിങ്, ഓഫീസ് വർക്കുകളൊക്കെ ഈ ലാപ്ടോപ്പിൽ നടക്കും. അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പോരാത്തതിന് നല്ല ക്വാളിറ്റിയുള്ള ലാപ്ടോപ്പാണ്. ഏകദേശം 5 to 6 അവർ ബാറ്ററി ബാക്കപ്പ് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഇന്റൽ UHD ഗ്രാഫിക്സ് ആണ്. TDP 15 വോൾട്ട് ആണ്. MS ഓഫീസ് ലൈഫ് ടൈം ഫ്രീ വാലിഡിറ്റി ആയിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഓൾ നെസസറി ആയിട്ടുള്ള എല്ലാ പോർട്ടുകളും ഇതിൽ അവൈലബിൾ ആണ്. Type-C പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് ബൈ ചെയ്യാൻ കൺസിഡർ ചെയ്യാവുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. ഈ ലാപ്ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഹോണർ മാജിക് ബുക്ക് 14 എന്ന ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അടിപൊളി ലാപ്ടോപ്പാണ്. ഇത് ഈ വീഡിയോയിൽ തന്നെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഈ വീഡിയോയിൽ സജസ്റ്റ് ചെയ്യുന്ന ലാപ്ടോപ്പുകളിൽ. കാരണം ഇത് പക്ക ആപ്പിൾ മാക്ബുക്ക് പോലെ തന്നെ ഉണ്ട്. ഇത് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. 38,000 റുപ്പീസാണ് ഇതിൻ്റെ കറൻറ്റ് പ്രൈസ്. ഇത് ഇങ്ങനെ ഡ്യൂറബിൾ ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അലുമിനിയം മെറ്റൽ ബോഡി ബിൽഡാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല പക്ക ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി നന്നായിട്ടുണ്ടാവും ഇതിന്. ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ലാപ്ടോപ്പൊക്കെ ഒരു പ്ലാസ്റ്റിക് ബോഡി ബിൽഡിലായിരിക്കും കിട്ടുന്നത്. ഈ ലാപ്ടോപ്പ് നമുക്ക് അലുമിനിയം ബിൽഡിൽ കിട്ടുന്നുണ്ട്. അതാണ് ഈ ലാപ്ടോപ്പ് എടുക്കുന്നുണ്ടുള്ള ഒന്നാമത്തെ ഗുണം. അങ്ങനെ ഒരു മെറ്റൽ ബോഡിയിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പക്കയാണ്, പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിൽ ബാക്ക് ലൈറ്റ് കീബോർഡ് വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് ലോഗിൻ ഉണ്ട്. ഇതിൽ റൈസൻ്റെ 5000 പ്രൊസസ്സറാണ്. പ്രൊസസ്സറാണ് വരുന്നത്. 5th ജനറേഷനാണ്. 6 കോർ 12 ത്രെഡ്സ് പ്രൊസസ്സറാണ് വരുന്നത്. പിന്നെ 8GB റാം ഉണ്ട്. പിന്നെ റാം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. ഇനി നിങ്ങൾക്ക് 16GB റാം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ വേരിയൻറ്റ് തന്നെ വേറെ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് ഇത്തിരി കൂടുന്നുള്ളൂ റാം കൂടുന്നതിനനുസരിച്ച്. 512GB SSD ഉണ്ട്. അത് എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 14 FHD ആണ്. ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. 100% sRGB ഉണ്ട്. 60 Hz സ്ക്രീനാണ്. 300 nits ബ്രൈറ്റ്നസ് ആണുള്ളത്. പോരാത്തതിന് ഫാസ്റ്റ് ചാർജിങ്, Type-C ചാർജിങ്, പോപ്പപ്പ് ക്യാമറ എന്ന് പറഞ്ഞ അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ബൈ ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അടുത്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് Acer Aspire Lite എന്ന ലാപ്ടോപ്പാണ്. ഇത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ലാപ്ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 38,000 ആണ്. 180 ഡിഗ്രിയുള്ള ഹിഞ്ചുള്ള ഒരു മെറ്റൽ ബോഡി ബിൽഡാണ് ഈ ലാപ്ടോപ്പിൻ്റെ. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എത്ര വേണമെങ്കിലും പുറകോട്ട് വെക്കുക. അതാണ് 180 ഡിഗ്രിയുടെ ഹിഞ്ചുള്ള ഡിസ്പ്ലേയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇതിൽ പ്രോസസ്സർ വരുന്നത് Ryzen 5ൻ്റെ പ്രോസസ്സറാണ്. 5th ജനറേഷനാണ്. 6 കോർ 12 ത്രെഡ്സ് ആണ്. 16GB DDR4 റാം ഉണ്ട്. എക്സ്പാൻഡബിൾ അപ് ടു 32GB ആണ്. അതുപോലെ തന്നെ 512GB SSD കിട്ടുന്നുണ്ട്. എക്സ്പാൻഡബിൾ ആണ് സ്റ്റോറേജും. റാമും സ്റ്റോറേജും എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ നല്ല ഉപകാരമായിരിക്കും. ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്ടോപ്പാണ്. 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. ആൻറ്റി ഗ്ലെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ 250 nits ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഇതിലെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ AMDയുടെ റേഡിയൻ ഗ്രാഫിക്സ് ആണ്. അതുപോലെ തന്നെ 3-4 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കും കിട്ടും. അതിന് എല്ലാ നെസസറി പോർട്ട്സും ഇതിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത് വരുന്ന ലാപ്ടോപ്പ് ആണ് HP 14S എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. 40,000 നിങ്ങളൊരു ലാപ്ടോപ്പ് നോക്കുന്നതിൽ ഒരു 14 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്പുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്ടോപ്പാണ് ഈ പറയുന്ന HP 14S. ഇതിന് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 40,500 ആണ്. 40,500 രൂപ വരുന്നുണ്ട് ഇതിൻ്റെ കറൻറ്റ് പ്രൈസ്. ബാക്ക് ലൈറ്റ് കീബോർഡ് വരുന്നുണ്ട്. വർക്ക് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇതിൽ വരുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റലിൻ്റെ i3 പ്രൊസസ്സറാണ്. 12th ജനറേഷനാണ്. 6 കോഴ്സും 8 ത്രെഡ്സും ആണുള്ളത്. 8GB റാം, DDR4 ആണ്. അത് നമുക്ക് എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റും 16GB വരെ. 512GB SSD കിട്ടുന്നുണ്ട്. അതും നമുക്ക് എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് ആണ്. 14 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആൻഡ് ആൻറ്റി ഗ്ലെയർ ആണ്. 250 nits കിട്ടുന്നുണ്ട്.
ഇന്റലിൻ്റെ UHD ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ MS Office 2021 നമുക്ക് ലൈഫ് ടൈം വാലിഡിറ്റിയോടെ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ പോർട്സും അവൈലബിൾ ആണ്. 1.4 കിലോഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ 4 to 5 hours ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈസി ആയിട്ട് ലാപ്ടോപ്പിൽ കിട്ടുന്നതാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് തന്നെ പറയാം. HP-യുടെ ഈ കാറ്റഗറിയിൽ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ട് ലാപ്ടോപ്പിൽ നല്ലൊരു അടിപൊളി ലാപ്ടോപ്പിനാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് Asus VivoBook 15 ആണ്. നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചൊന്ന് പുഷ് ചെയ്യേണ്ടി വരും. 44,000 രൂപയാണ് ഇതിൻ്റെ കറണ്ട് പ്രൈസ് വരുന്നത്. 180 ഡിഗ്രിയുടെ ഹിഞ്ച് ഉണ്ട്, ബാക്ക് ലൈറ്റ് കീബോർഡ് ഉണ്ട്. പോരാതെ ഇതിൽ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ഉണ്ട്. ഇതിന് i3യുടെ 13th ജനറേഷൻ്റെ പ്രൊസറാണ്. 6 കോർ 8 ത്രെഡ്സ് ഉണ്ട്. അതുപോലെ 8GB RAM DDR4 ആണ്. എക്സ്പാൻഡബിൾ അപ് ടു 24GB നമുക്ക് എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റും. 15.6 ഫുൾ HD ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 60 Hz റീഫ്രഷ് റേറ്റും ഉണ്ട്. ഇതിൽ ഇന്റലിൻ്റെ UHD ഗ്രാഫിക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ MS Office ലൈഫ് ടൈം വാലിഡിറ്റിയുള്ള 2021 വേർഷനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. 4 to 5 hours ബാറ്ററി ബാക്കപ്പ് മസ്റ്റ് ആയിട്ട് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ വയർലെസ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് കിഡിലനാണ്. Wi-Fi 6E ആണ് ഇതിൻ്റെ വൈഫൈയുടെ വേർഷൻ വരുന്നത്. വൈഫൈയും ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻസ് ആണ് വരുന്നത്. ഈ ലാപ്ടോപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അടുത്തെന്ന് പറയുന്നത് Asus VivoBook ആണ്. VivoBook 15 ആണ്. 40,000 സെഗ്മെൻറ്റിൽ ഇത് ഒരു ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് 40,000 കിട്ടുന്ന ലാപ്ടോപ്പുകൾ പെർഫോമൻസിൽ നമ്മൾ എല്ലാ പ്രോസസ്സറും ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്നത് ഈ ലാപ്ടോപ്പിൽ നിന്നായിരുന്നു. 180 ഡിഗ്രിയുടെ ഹിഞ്ച്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഷട്ടർ ക്യാമറ, മൾട്ടി ഗേറ്റ് ഡ്യൂറബിലിറ്റി, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ട് ഇത് ഫുൾ ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. ഇതിൽ വരുന്ന ഇന്റൽ i3 12th ജനറേഷൻ്റെ P പ്രൊസസ്സറാണ്. P പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ടാസ്കും ചെയ്യാൻ പറ്റും. ഹെവി അല്ല, ഒരു നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ലാപ്ടോപ്പ് പ്രൊസസ്സറിൻ്റെ ലെവലിൽ വരുന്നതാണ് P എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 12th ജെൻ ആണ്. 10 കോർ 12 ത്രെഡ്സ് ഉള്ള പ്രൊസസ്സറാണ്. 8GB RAM DDR4 ആണ്. എക്സ്പാൻഡബിൾ അപ് ടു 24 ആണ്. 512GB SSD കിട്ടുന്നുണ്ട്, അതും എക്സ്പാൻഡബിൾ ആണ്. 15.6 ഫുൾ HD ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ വരുന്നുണ്ട്. 200 nits ആണ്. 60 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്. ഇന്റലിൻ്റെ UHD ഗ്രാഫിക്സ് വരുന്നുണ്ട്. MS Office ലൈഫ് ടൈം വാലിഡിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ നെസസറി പോർട്സ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ബിൽറ്റിൻ അലക്സ ഉണ്ട്, പ്രൈവസി ഷട്ടർ ക്യാമറ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് ഒരു കിഡിലനാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റ് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് തന്നെ പറയുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ ലാപ്ടോപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.